അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ തേടിക്കൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു ട്രെൻഡാണ്, +2 കഴിഞ്ഞാൽ എല്ലാവരും, അതായത് എസ്പെഷ്യലി സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെങ്കിൽ പിന്നീട് ചെയ്യുന്നൊരു കാര്യമാണ് ജെഇക്കോ നീറ്റിനോ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം. പക്ഷെ ഇതുവരെ കാണാത്തൊരു ട്രെൻഡായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് PG എൻട്രൻസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അതും കൂടെ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കൂടെ ഒരു ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമും കൂടെ നേടിയെടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, +2ൻ്റെ കൂടെ തന്നെ ഓൺഗോയിങ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ഇന്ന് എൻട്രൻസുകൾ എഴുതി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിഗ്രീൻ്റെ കാര്യത്തിലും ആ ഒരു ഡൗട്ടുകൾ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 വർഷം മുന്നേ വരെ എല്ലാവർക്കും ഓൺഗോയിങ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനം റിപ്പീറ്റ് ചെയ്ത് റാങ്കുകൾ വരുന്നത് കാണുമ്പം കുട്ടികൾക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടാവും, ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാൻ വിശദീകരിച്ചൊരു വർഷം ഇരുന്ന് പഠിച്ചിട്ട് അഡ്മിഷൻ നേടാം എന്നുള്ളതൊക്കെ. ഫസ്റ്റ് തിങ് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കത്തണം എന്നില്ല. ഇനി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പറയുന്നതിന് മുന്നേ തന്നെ കത്തുകയും ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ, യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ കുറച്ച് കാണാനില്ല, പക്ഷേ നിങ്ങളെല്ലാവരും +2 കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്ന് വിശ്രമിക്കാം, അല്ലെങ്കിൽ ഇനി ഒന്ന് ആഹ്ലാദിക്കാം എന്നുള്ള തരത്തിലാണ് നമ്മളെല്ലാവരും കോളേജിലേക്ക് പോകുന്നത്. കോളേജിലേക്ക് പോയി കോളേജ് ഡേ, ആർട്സ് ഡേ, ഫിലിം സ്റ്റാർ വരുന്നു, ബാക്കി പരിപാടികൾ എല്ലാത്തിനും ആക്റ്റീവായിട്ടുണ്ടാവുന്ന നമ്മൾ എക്സാമായി ഒന്നുകിൽ തലേന്ന് അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെ പഠിപ്പിസ്റ്റായ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് എടാ പാസ്സാവാനുള്ള വല്ലതും പറഞ്ഞതാ എന്ന് പറയുന്നൊരവസ്ഥയാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ഇതേ ആളുകളെ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തിട്ട് അവിടെ പഠിക്കാൻ പറഞ്ഞാൽ, സാർ എനിക്ക് എക്സാമാണ്, യൂണിവേഴ്സിറ്റി എക്സാമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ, അതുകൊണ്ട് ജാമിൻ്റെ ക്ലാസ് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ CUETൻ്റെ ക്ലാസ് കാണാൻ കഴിയില്ല, എനിക്ക് പഠിക്കാൻ ടൈമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ക്ലാസ് മുടക്കുന്നതൊരു സ്ഥിരം പ്രവണതയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളാരും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായി എന്ന് വെച്ചിട്ട് ഒരാഴ്ച മുന്നെയോ ഒരു മാസം മുന്നെയോ പഠിക്കുന്നവരല്ല. അങ്ങനെ പഠിക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല, മെജോറിറ്റി കേസ്. നമ്മൾ പറയുമല്ലോ, കെമിസ്ട്രി എന്ന് പറയുന്നത് എക്സെപ്ഷണലാണ്, അതുകൊണ്ട് ഇതിനും ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളൊരു വിഭാഗം ഉണ്ടാവും. ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യം. അപ്പം നോർമൽ കേരളത്തിലെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു 9.5 എബോവ് CPI കിട്ടണമെങ്കിൽ പോലും നിങ്ങൾ ഒരു ആഴ്ച മുന്നേ, കൂടിപ്പോയാൽ 2 ആഴ്ച മുന്നേ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ലവണ്ണം മാർക്കും കിട്ടും, നല്ല CPIയും കിട്ടും. പക്ഷെ നിങ്ങളാരും എന്താ ചെയ്യില്ല, നിങ്ങളാരും എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളാരും എക്സാമിൻ്റെ ഒരാഴ്ച മുന്നെയോ 2 ആഴ്ച മുന്നെയോ ബാക്കിയെല്ലാം ഒഴിവാക്കി ഇനി ഞാൻ പഠിക്കാനിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറിനോട് മാത്രം പറയാൻ എവിടെ നിന്നാണ് ഈ ഡയലോഗുകൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് താനും. പറഞ്ഞു വരുന്നത്, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനെയും കോമ്പറ്റീറ്റീവ് എക്സാമിനെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഡേ കൊണ്ട് ഉണ്ടാവുന്നതല്ല ഒറ്റ എക്സാമും. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പം, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എപ്പം, എക്സാം എപ്പോൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളെപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതും നമ്മളെന്താക്കണം, അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാലിബർ ഉണ്ടാവും. എക്സാമിൻ്റെ അന്ന് രാവിലെ പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങുന്ന ആളുണ്ടാവും, 2 ആഴ്ച മുന്നേ പഠിച്ചിട്ട് പാസ്സാവുന്ന ആളും ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. നിങ്ങൾ ആരാണ്, ഞാനിപ്പോൾ എവിടെയാണുള്ളത്. 0-ലുള്ള ആളാണെങ്കിൽ അയാൾ 100-ലേക്ക് എത്താൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും പണിയെടുക്കേണ്ടി വരും. നിങ്ങൾക്കിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഞാൻ ഡെയിലി ഇത്ര മണിക്കൂർ പഠിക്കും. അത് എക്സാം യൂണിവേഴ്സിറ്റി അല്ല, ഇൻറ്റേർണൽ അല്ല, ലാബ് അല്ല, എന്ത് തന്നെ വന്നാലും ഞാൻ ഡെയിലി ഇത്ര ടൈം ഇതിനായി മാറ്റി വെക്കും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം ക്വാളിഫൈ ആവും. 1. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വെറുതെ പഠിക്കൽ മാത്രമാവരുത്, ഇത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്തിട്ടേ ഞാനിന്ന് ഉറങ്ങുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്താക്കുക, ഉറപ്പ് വരുത്തുക. പൊതുവേ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്കായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാം. ഞാൻ പറയുന്നത്, നിങ്ങൾ കാണുന്നത് ഒരു ലോങ് ടേം ഗോളാണ്. ഇപ്പം ഇന്ന് 2024 മെയ് ആണെങ്കിൽ നിങ്ങൾ കാണുന്നത് 25 ഫെബ്രുവരിയിലുള്ള IIT ജാമോ
അല്ലെങ്കിൽ മാർച്ചിലുള്ള CUET എക്സാമോ ആണെങ്കിൽ അതൊരു ലോങ് ടേം ഗോളാണ്. നമുക്കിനി മുന്നിലൊരു 10 മാസത്തോളം ഉണ്ട്. ആ 10 മാസത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താക്കാൻ കഴിയില്ല, പ്ലാൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിന് പകരം ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുമല്ലോ. ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു കുട്ടി ഇന്ന ടോപ്പിക്കുകൾ പഠിച്ചു തീർത്തിട്ടേ ഉറങ്ങുള്ളൂ, ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് തീർക്കും എന്ന് ഉണരുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകളെ അസൈൻ ചെയ്യുക, സ്വന്തമായിട്ട് ചലഞ്ച് ചെയ്യുക. അതായത് നമ്മൾ ബെറ്റ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ IPL വരുന്ന സമയത്ത് ഇന്ന ടീം ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എന്താ പറയുക വാഗ്വാദം ഏർപ്പെടാറൊക്കെ ഉണ്ട്. അതിനൊക്കെ പകരം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബെറ്റ് വെച്ച് നോക്ക്. സ്വന്തം തന്നെ പറയാം, ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് പഠിച്ച് തീർത്തിട്ടേ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് തീർക്കും. അങ്ങനെ ആ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓക്കെ തീരാനായി എന്നുള്ള ഒരു അഡ്രിനാലിൻ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വേറൊന്നിനും പോവണ്ട എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിനെ മുറിക്കുക. നമ്മൾ എന്തൊരു കാര്യത്തെയും വലിയ കാര്യത്തെ നമുക്ക് ഒന്നായിട്ട് തിന്നാൻ കഴിയില്ല. പക്ഷേ അതിന് പകരം കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് നടക്കുകയും ചെയ്യും. എറുമ്പുകൾ ഓരോ അരിമണിയും വെച്ചിട്ടാണ് വലിയ കുറേ കാലത്തേക്കുള്ള ഫുഡ് ശേഖരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കൊണ്ടുവെക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും പിന്നെ അടുത്ത ഇയറിൽ നിങ്ങളുടെ എക്സാം ടൈമിൽ നോക്കുമ്പോൾ അതൊരു വലിയ കുറേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പറഞ്ഞു വരുന്നത് യൂണിവേഴ്സിറ്റി എക്സാമുകളാണെങ്കിൽ അതിനുള്ള ടൈം നിങ്ങൾ അതിന് കൊടുക്കുക. നിങ്ങളുടെ വീട് കോളേജിൻ്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ കോളേജിലേക്ക് ഒരു 5 മിനിറ്റ് മുന്നേ മാത്രം ഇറങ്ങിയാൽ മതി. ആ 5 മിനിറ്റ് മുന്നേ ഉള്ള ടൈം നിങ്ങൾക്ക് പഠിക്കാം, അപ് ടു ദാറ്റ് ടൈം. ഇനി നേരത്തെ കോളേജിൽ നിന്ന് പോരുന്ന ഹോസ്റ്റലർ ആണെങ്കിൽ ഹോസ്റ്റലിൽ എത്തിയാലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ കോളേജിലെ ലൈബ്രറിയിൽ ഒരു 1 hour ഇരുന്ന് നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം ഹോസ്റ്റലിലേക്ക് വരാമല്ലോ. അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ, ഞാനിപ്പോൾ പറഞ്ഞത് 2 എക്സാമ്പിളുകൾ മാത്രമാണ്. ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കണം. ഞാൻ എന്നെ മാറ്റിയത് എനിക്ക് കോളേജിലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം, എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഇനി വേണമെങ്കിൽ ചില മുദ്രാവാക്യം വിളിക്കാൻ പോകണം എന്ന് തോന്നിയാലും ഞാൻ പോവും. പക്ഷെങ്കിൽ അവിടെ എൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഡേ അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാണ് അതിന് പോവുക, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് തീർക്കുമെന്നുള്ള ഉറപ്പ് അത് സെൽഫായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമുകൾ എന്ന് പറയുന്നതിനും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. ഇനി ജാം എക്സാം അല്ലെങ്കിൽ CUET ആണെങ്കിൽ അതിനും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയറിയാണ് യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് കൂടുതലായിട്ട് പഠിക്കുന്നത്. ജാമുകൾക്ക് അല്ലെങ്കിൽ CUET എക്സാമിനൊക്കെ അപ്ലിക്കേഷൻ ലെവലിലാണ് ആ കാര്യങ്ങൾ മാറി വരുന്നത്. അതിന് നിങ്ങൾക്കുള്ളൊരു ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാം വന്നു. കെമിസ്ട്രിക്കാരോടാണ് പറയുന്നത്, ഇന്ന് കൈനറ്റിക്സിൻ്റെ എക്സാമാണ് കോളേജിൽ. കൈനറ്റിക്സിൻ്റെ എക്സാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ജാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ട്രിസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൻ്റെ ക്ലാസ് സോളിഡ് സ്റ്റേറ്റ് ആണ്, വേറെ ഒന്നും വേണ്ട, സോളിഡ് സ്റ്റേറ്റ് അവിടെ മാറ്റി വെക്കുക. പകരം നിങ്ങൾ കൈനറ്റിക്സിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് എടുത്ത് പഠിച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൈനറ്റിക്സിലെ ബേസിക് തിയറീസ് ജാമിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്തായി ക്ലിയർ ആയി. അതിന് ശേഷം നിങ്ങൾ കോളേജിലേക്ക് പഠിക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആ ചാപ്റ്റർ. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താകും, സിമ്പിളായിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഇനിയൊന്നും പഠിക്കാനില്ല എന്നുള്ള അവസ്ഥയിലെത്തും. അപ്പം 2 എക്സാമിനും ഒരേപോലെ ക്വാളിഫൈ ചെയ്യാനും കഴിയും, നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്ത കാര്യം, നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരുപാട് കൊട്ടക്കണക്കിന് മാർക്ക് വാങ്ങിയത് കൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഉണ്ടാവും എന്നുള്ളതുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ബാക്കിയിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളതിന് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസും വാല്യൂസും ആണ് കൊടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റി എക്സാമുകൾ ഒരുപാട് 97%, 98% വാങ്ങിയിട്ടും അടുത്തൊരു PG അഡ്മിഷൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടില്ല എന്ന് പറയുന്നതിലും നല്ലതാണ് 70% വാങ്ങിയ ആൾ IIT പഠിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ PG ചെയ്യുന്നതും അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന എക്സാമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന എഫക്റ്റീവ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഒന്നും പഠിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എക്സാമിന് തോറ്റത് കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ടിനും സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് നിങ്ങൾ 1 വീക്ക് മുന്നേ പഠിച്ചു തീർത്താൽ, അല്ലെങ്കിൽ 1 ഡേ മുന്നേ പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ഡയലോഗുകളൊക്കെ മാറ്റി വെക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് 90% എബോവ് മാർക്ക് കിട്ടിയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ക്വാളിഫൈ ആയ ആളുകളുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റാണ്.
എന്തിന് എപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെയുള്ള അടുത്ത പ്രശ്നം ലാബാണ്, റെക്കോർഡാണ്. ലാബും റെക്കോർഡും നിങ്ങൾ ഫ്രീ ടൈം ഉള്ളപ്പം വെറുതെ ഇരിക്കുമ്പോൾ എഴുതി തീർത്തോ. അല്ലെങ്കിൽ നിങ്ങൾ അതിനും വേണ്ടി അത്രമാത്രം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഓരോ ചെറിയ സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ വീഡിയോ യൂട്യൂബിൽ, അല്ലെ വീഡിയോ എന്ന് പറയുന്നില്ല, ഷോർട്സ് എടുത്തിട്ട് നിങ്ങൾ എത്ര പഠിക്കുന്ന ആളായാലും ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയും യൂട്യൂബും ഉണ്ടാവും. നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ തന്നെ മുകളിലോട്ട് സ്ക്രോളിങ് പോവുക. അതിനുള്ളൊരു ടെക്നിക്കും കൂടാണത്. കാരണം എന്താ വെച്ചാൽ ഒരാൾ ഇങ്ങനെ ആക്കുമ്പോൾ പേജ് മറിച്ചിടുന്ന പോലെയാണ്, കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. ഇതാകുമ്പോൾ നമ്മളറിയാതെ നമ്മളിങ്ങനെ പോയി 10 മിനിറ്റിലേക്ക് ഇരുന്നത് 1 മണിക്കൂറാവും. പക്ഷെ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് എഴുതി തീർക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ടൈം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനും നിങ്ങൾക്കും 24 ഹവറാണ്. നമുക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുമോ അതിനെല്ലാത്തിനുള്ള ടൈം നമ്മളുടെ കയ്യിലുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി ലാബിനൊക്കെ എല്ലാ കോളേജുകളിലും നിങ്ങളെ പാസ്സാക്കി വിടും. ഇനി മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം ലാസ്റ്റ് 2 ഡേ പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും സ്വന്തമായിട്ടുള്ള യുണീക്ക് വേയിൽ കണ്ടെത്തിയിട്ട് സ്വന്തമായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്ത് ഞാൻ എന്താവണം എന്നുള്ള തീരുമാനം ഇന്ന് മുതൽ എടുത്തു തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ലോങ് വേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി അതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യണ്ട, ഇപ്പോഴുള്ള എൻജോയ്മെൻറ്റ് മാത്രം മതി എന്ന് ചിന്തിക്കാതിരിക്കുക. എൻജോയ്മെൻറ്റ് വേണം, എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലേ ലൈഫുള്ളൂ. പക്ഷേ ലൈഫ് ഉണ്ടാവണമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.